പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 28-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിലെ 4ാമത്തെയും അവസാനത്തേതുമായ വിശുദ്ധ ദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെടുവാൻ ഈ ഞായറാഴ്ച ദിവസം ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 26-ാം വാക്യം. ലാമെന്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സ് 26 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. വിലാപങ്ങളുടെ പുസ്തകം കരയുന്ന പ്രവാചകൻ എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന ഇരമ്യാവിനാൽ രചിക്കപ്പെട്ടതാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജാതികളുടെ പ്രവാചകനായി, ഒരു വിധത്തിൽ പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായി ഈ ഭൂമിയിലേക്ക് ജാതം ചെയ്ത് തന്റെ പ്രവചന ശുശ്രൂഷ വളരെ ത്യാഗോജ്ജലമായി നിർവഹിച്ച ധന്യനായ വലിയ പ്രവാചക ഗണത്തിലെ രണ്ടാമൻ. ഇസ്രയേൽ ജനത്തിന് നേരിടുന്ന അവസ്ഥകളെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ വിലാപങ്ങളുടെ പുസ്തകത്തിൽ കൂടെ കാവ്യ രൂപേണ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം അധ്യായത്തിൽ എത്രയോ ഉന്നതവും ശ്രേഷ്ഠവും സുഖലോലുപത്വത്തിലും കഴിഞ്ഞിരുന്ന ഇസ്രയേൽ ജനത്തിന്റെ വീഴ്ച, തകർച്ച, പല വിധങ്ങളിലുള്ള വേദന നിറഞ്ഞ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അവരുടെ അവസ്ഥ എത്രയോ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നു എന്നത് വ്യക്തമാക്കിയിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനമായ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത് നല്ലത്. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ, ഉപവസിക്കുന്നവരാ, കാത്തിരിക്കുന്നവരാ. ഇന്ന് വിശുദ്ധ ദിനമാണ്. ഞായറാഴ്ച ആരാധനയിൽ പങ്കുചേരുന്നവരുമാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് തന്നെ മല്ല് കെട്ടാറുണ്ട്. കർത്താവേ, ഞാനിന്ന് ആരാധനയ്ക്ക് പോവുകയാണ്. ആരാധന കഴിയുമ്പോൾ എനിക്ക് ഇന്ന വിഷയത്തിന്മേൽ വിടുതൽ കിട്ടിയിരിക്കണം. ഒരു മാസം കൂടെ, ഒരാഴ്ച കൂടെ കടന്നു പോവുകയാണ്. ഉദാഹരണത്തിന് ജൂലൈ ഇന്ന് 28 31-ാം തീയതിക്ക് കേവലം ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. 31-ാം തീയതിക്കകം എന്റെ കാര്യം നടന്നിരിക്കണം. ഞാൻ 3 ദിവസത്തെ ഉപവാസം എടുക്കുകയാണ്, 5 ദിവസത്തെ ഉപവാസം എടുക്കുകയാണ്, 7 ദിവസത്തെ ഉപവാസം എടുക്കുകയാണ്. ഉപവാസം തീരുമ്പോൾ എന്റെ വിഷയം നടന്നിരിക്കണം. ദൈവമക്കളെ, ഇതല്ലേ നമ്മളുടെ ഒരു സാധാരണ ആത്മീയ സ്വഭാവം? ഇതിന് ഉപോത്ബലകമായി നമ്മൾ ധാരാളം വാക്യങ്ങൾ നമുക്ക് വേണ്ടി സപ്പോർട്ടിനായി കണ്ടെത്തുന്നു. നമ്മൾ ആ വാക്യത്തെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരോട് തർക്കിക്കുന്നു. ഇതൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്: ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ പ്രാർത്ഥനയോടെ ഒരു ദൈവ പൈതൽ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ക്ഷമ ഉണ്ടോ പ്രിയമുള്ളവരെ? നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ക്ഷമയാണ്. ഡ്രൈവ് ചെയ്താൽ ക്ഷമയില്ല, കുക്ക് ചെയ്താൽ ക്ഷമയില്ല, യാത്ര ചെയ്താൽ ക്ഷമയില്ല, കൂട്ടായ്മയ്ക്ക് പോയാൽ ക്ഷമയില്ല,
എന്നു വേണ്ട, ജീവിതത്തിന്റെ ഒരു മേഖലയിലും നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുവാൻ കഴിയുന്നില്ല. ചില സമയങ്ങളിലും സന്ദർഭങ്ങളിലും നമ്മൾ നിശബ്ദരായി ഇരിക്കുന്നെങ്കിലും നമ്മുടെ ഉള്ള് പിടയുകയാണ്, വെമ്പുകയാണ്. പുറത്തോട്ട് ശബ്ദം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മുടെ ക്ഷമ നശിക്കും, കൺട്രോള് പോകും, നാം വല്ലാതെ വയലന്റ് ആകും. എന്നാൽ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ നാം ദൈവസന്നിധിയിൽ അർപ്പിച്ച, അപേക്ഷിച്ച, പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് വരെ ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിന്റെ വിവിധങ്ങളായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഒരാൾക്ക് ജോലിയുടെ പ്രശ്നം, മറ്റൊരാൾക്ക് വിസയുടെ പ്രശ്നം, മറ്റൊരാൾക്ക് കുടുംബജീവിതത്തിന്റെ പ്രശ്നം, വേറൊരാൾക്ക് മക്കളുടെ വിഷയം. അത് ജോലിയായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, കുടുംബജീവിതമായിരിക്കാം. വേറെ ചിലർക്ക് സാമ്പത്തിക ബാധ്യതകൾ, കടങ്ങൾ, ലോണുകൾ, ഇങ്ങനെ നീണ്ടുപോകുന്നു പ്രശ്നങ്ങളുടെ പട്ടിക. ഇവയ്ക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതിവിധി തേടുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സമയത്തിനായി ക്ഷമയോടെ നാം കാത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ആയിരിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം രാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കാൻ പഠിക്കാം, ശീലിക്കാം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാൻ ഒരു വചന ഉദാഹരണം പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നൽകുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പത്രോസിനെയും സഹശിഷ്യന്മാരെയും വിളിക്കുന്ന ഗന്നേസത്ത് തടാകത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഇതാ പത്രോസ് തന്റെ പടക് യേശു ആവശ്യപ്പെട്ടതനുസരിച്ച് വിട്ടുകൊടുത്തിട്ട് പടകിൽ നിന്നുകൊണ്ട് യേശു കരയിലുള്ള തടിച്ചുകൂടിയ പുരുഷാരത്തോട് പ്രസംഗിച്ചു. ആ പ്രസംഗം തീരുന്നിടം വരെ പത്രോസും കൂട്ടാളികളും ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ തന്റെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം പത്രോസിനോട് പറയുകയാണ്, മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. തന്റെ പടക് എത്ര മണിക്കൂർ, എത്ര നേരം യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് അറിയുകയില്ല. പക്ഷേ യേശു തന്റെ ശുശ്രൂഷ, തന്റെ പടകിലെ നിർവഹിക്കുന്നത് തീരുന്നിടം വരെ, തന്നോട് അതിനുശേഷം സംസാരിക്കുന്നത് വരെ നിശബ്ദനായി ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച ക്ഷീണവും തളർച്ചയും മറന്ന് തന്റെ പടക് യേശുവിന് വിട്ടുകൊടുത്ത് ക്ഷമയോടെ കാത്തിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാ, പ്രാർത്ഥിക്കുകയാ, ഉപവസിക്കുകയാ. ചിലത് തീവ്രമേറിയത്, കാഠിന്യമേറിയത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കുകളുടെ ദിവസങ്ങൾ അടുക്കുന്നു, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ദിനങ്ങൾ അടുക്കുന്നു, ജോലിക്ക് കയറേണ്ട സാഹചര്യങ്ങൾ അടുക്കുന്നു. മാനുഷികമായി നോക്കിയാൽ പത്രോസിനെ പോലെ ഒരു രാത്രിയല്ല, കഴിഞ്ഞ ദിനരാത്രങ്ങളൊക്കെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. പക്ഷേ ഒരു മത്തിക്കുഞ്ഞിനെ പോലും ലഭിച്ചില്ല. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങയുടെ വാക്കിന് വലയിറക്കാം. കർത്താവിന്റെ വാക്കുവരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളും തയ്യാറാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ
പ്രാർത്ഥനാ വിഷയമാകുന്ന പടകിൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദനാ നിർഭരമാകുന്ന പടകിൽ യേശു നിങ്ങൾക്ക് വേണ്ടത് നിറയ്ക്കുവാൻ മതിയായവനാണ്. ആ കർത്താവ് ഈ വിശുദ്ധ ദിനം രാവിലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ധാരാളമായി അനുഗ്രഹിച്ച് നിറയ്ക്കട്ടെ. നമ്മളതിന് ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന്റെ സമയം വരെ ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ വാഗ്ദത്ത വചനം മറന്നു പോകരുത്. നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ ഓർക്കുമ്പോൾ, ഒരുപക്ഷെ ചില ഫോൺ കോളുകൾ വരുമ്പോൾ, അല്ല, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തേക്ക്, മകന്റെ മുഖത്തേക്ക്, മകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാര്യം നടന്നില്ലല്ലോ, ഇനി ഇത് എങ്ങനെയാകും എന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കുമ്പോൾ, ഇന്നത്തെ വാഗ്ദത്ത വചനം ആത്മനിറവിൽ ഉരുവിടുക. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെ തമ്പുരാൻ നിശ്ചയമായും മാനിക്കും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥന പോലും തള്ളിക്കളയാത്ത ഒരു വലിയവനായ ദൈവം ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും വിദൂരങ്ങളിലായിരിക്കുന്ന, മൈലുകൾക്കപ്പുറമായിരിക്കുന്ന, കടലുകൾക്കപ്പുറമായിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ ഇടപെടട്ടെ, പ്രവർത്തിക്കട്ടെ, അത്ഭുതം നിവർത്തിക്കട്ടെ. അങ്ങനെ ഈ വിശുദ്ധ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ. അതിന് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ശക്തമായി പ്രാർത്ഥിക്കാം. തമ്പുരാൻ നമ്മുടെ മേൽ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജൂലൈ മാസത്തിന്റെ 4-ാമത്തെയും അവസാനത്തെയും വിശുദ്ധ ദിനം കാണുവാൻ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹൽ ഭാഗ്യത്തിനായി സ്തോത്രം. യിരെമ്യാവിൽ കൂടെ ഞങ്ങളോട് അവിടുന്ന് ഓർപ്പിച്ചല്ലോ, ഞങ്ങൾ അങ്ങയുടെ സമയത്തിനായി ക്ഷമയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി തീരണം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ക്ഷമയില്ലാത്തവരാണ്, പിറുപിറുക്കുന്നവരാണ്, ചോദ്യം ചെയ്യുന്നവരാണ്. എന്നാൽ അങ്ങയുടെ സമയം വരെ ക്ഷമയോടെ കാത്തിരിപ്പാൻ ഇതാ കർത്താവ് തന്റെ ദാസനായ പത്രോസിനെ തിരഞ്ഞെടുക്കുമ്പോൾ താൻ ചെയ്ത വലിയ ഗുണപാഠം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പടകിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന സമയം വരെയും ക്ഷമയോടെ കാത്തിരിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കി തീർക്കണം. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിച്ച ദിവസങ്ങളുടെയും ആഴ്ചകളുടെയും മാസങ്ങളുടെയും കണക്കെടുത്ത് നിരാശപ്പെടാതെ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മറുപടി തരാത്ത, ഉത്തരം തരാത്ത, കേൾക്കാത്ത ഒരു ദൈവത്തെയാണോ ഞാൻ പിൻപറ്റുന്നത് എന്ന് മറുചോദ്യം ചോദിക്കാതെ ക്ഷമയോടെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. നിശ്ചയമായും കൃത്യസമയത്ത് തമ്പുരാൻ ഇടപെടും, പ്രവർത്തിക്കും. അതിന് തക്ക ആളുകളെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തരും. ഈ ദൈവത്തിന് വലിയ കൃപ, സമാധാനം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരുടെ മേലും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഈ വിശുദ്ധ ദിനം സ്വർഗത്തിൽ നിന്ന് ചൊരിയട്ടെ. സകല നന്മകളും സ്വർഗീയ ഐശ്വര്യങ്ങളും നിങ്ങളുടെ മേൽ വർഷിപ്പിച്ച് അനുഗ്രഹത്തോടെ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.